യെസ്, ഒരു റൂമറാണ് പുറത്തേക്ക് വരുന്ന ഒരു അർജൻറ്റീനിയൻ താരത്തെ, അതായത് സൗത്ത് അമേരിക്കയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അർജൻറ്റീനിയൻ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്നേരത്തുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. സോ ഒരു അർജൻറ്റീനിയൻ താരം ആരാണെന്ന് നമുക്ക് പലരും ചോദിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് അറിയാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇതും ഒരു റൂമറായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. എന്തായാലും ആ ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു അർജൻറ്റീനിയൻ താരം കഴിഞ്ഞ ആഴ്ച കൊച്ചിയിലെത്തിയിരുന്നു, മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്തിരുന്നു. സോ ഏതാണ്ടൊക്കെ കോൺട്രാക്റ്റിലെത്തി ഫൈനലൈസ് ചെയ്ത് സൈൻ ചെയ്തു എന്നൊക്കെ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി അദ്ദേഹം ഇന്ത്യയിലേക്ക് റിട്ടേൺ ചെയ്യാൻ പോകുന്നത് പ്രീ സീസൺ മുന്നേ ആണെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു അദ്ദേഹം വന്നതും പോയതും സൈൻ ചെയ്തും എല്ലാ കാര്യങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ആരോടും പറഞ്ഞിട്ടില്ല, അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും ഉടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വിടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇന്ന് അർഷിൻ്റെ സൈനിങ് വന്നു, അതുപോലെ അമീർ റണാവോളയുടെ സൈനിങ് വന്നു. സോ ഇനിയും മറ്റുള്ള സൈനിങ്ങളൂടൊക്കെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കേരള ബ്ലാസ്റ്റേഴ്സ് റീബ്രാൻഡ് ചെയ്ത് ഒരു നല്ല ടീം ആകുമോ? സോ എല്ലാം കണ്ടറിയല്ലേ, എല്ലാം ഈ സീസൺ, ഈ ഒരു വർഷം എന്ന് പറയുന്നത് അറിയാം, സൗത്ത് ആഫ്രിക്ക, RCB, അതുപോലെ പല ക്ലബ്സും പല പ്ലേയേഴ്സും ഇതുവരെ കപ്പടിക്കാത്ത പല പ്ലേയേഴ്സും എല്ലാവരും കപ്പടിച്ചൊരു വർഷമാണ് 2025. ഈ ഒരു വർഷത്തിൽ നമുക്ക് അടിക്കാൻ പറ്റുന്നൊരു ട്രോഫിയാണ് ഡ്യൂറൻ കപ്പ്. അത് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുമോ? ബാക്കിയൊക്കെ ഇനി എന്തായാലും 2026 എടുത്തുള്ളൂ. ഇപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗ് കഴിയാൻ 2026 എടുക്കും. അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ. സോ നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.